നിർബന്ധിതമായ സ്വജാതീയ മാത്ര വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെയാണ് ജാതി പ്രവർത്തിക്കുന്നത്. അപ്പം ഇന്ന് ഈ സ്വജാതി വിവാഹത്തിന് പല പല വിശദീകരണങ്ങളുണ്ട്. അത് ആളുകളുടെ ഓപ്ഷനാണ്, ആളുകളുടെ ചോയ്സാണ്, ആളുകളുടെ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ സ്വജാതീയ വിവാഹം നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങൾ ലോകത്തിലുണ്ട്. കാരണം പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ്. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 5000-നും 10,000-നും ഇടയ്ക്ക് മാത്രം അംഗങ്ങളുള്ള എത്രയോ ചെറിയ ജാതി സമുദായങ്ങളുണ്ട്. കഴിഞ്ഞ കുറെ തലമുറകളായിട്ട് ഇവരുടെ ജീൻ പൂൾ ഈ രക്തബന്ധത്തിലൂടെ കുറഞ്ഞു വരികയും ഈ സംബന്ധത്തിലുള്ള സ്വജാതി വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ജനറ്റിക് റിട്ടാർഡേഷൻ, അതുപോലെ ജനിതകമായ പല പല രോഗങ്ങളുടെയും വിക്ടിംസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ പോലും വിശ്വസിക്കാൻ സാധ്യതയില്ല. എൻഡോസൾഫാൻ വിക്ടിംസ്. നമ്മളെല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് ഇത് കശുവണ്ടിക്കുള്ള തളിച്ചു എന്നാണ്. പക്ഷേ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പഠനമനുസരിച്ച് അവിടെയുള്ള മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും, ഹിന്ദു എന്ന് പറയുന്നത് ഔദ്യോഗികമായ ക്ലാസിഫിക്കേഷൻ നിലയ്ക്കാണ്. ഞാൻ ഹിന്ദു എന്ന വാക്കിനെ അംഗീകരിക്കുന്ന ആളല്ല. അപ്പം ഈ ഭാഗത്തെ പെടുന്ന ആളുകൾ ക്ലോസ് കസിൻ, അമ്മയുടെ അനിയത്തിയുടെ മക്കളെ കല്യാണം കഴിക്കുന്ന ഒരു സമ്പ്രദായം അവർക്കിടയിലുണ്ട്. നമ്മൾ പണ്ട് തിരുവിതാംകൂറിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ഈഴവർക്കിടയിൽ മച്ചുനൻ എന്നുള്ള വാക്കിലറിയപ്പെടുന്ന അമ്മാവൻ്റെ മക്കളുമായിട്ടുള്ള വിവാഹബന്ധം അതുപോലും ജനറ്റിക് റിട്ടാർഡേഷനിലേക്ക് നയിക്കാവുന്നതാണ്. അപ്പോൾ ഈ എൻഡോസൾഫാൻ്റെ വിക്ടിംസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജനിതക വൈകല്യത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള വിവാഹബന്ധത്തിൻ്റെ വിക്ടിംസാണ്. പക്ഷെ കേരളത്തിൽ അവർ ഈ മറ്റൊരു സാധനത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ വിക്ടിംസായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പലതവണ അവരെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങളെല്ലാം, സയൻറ്റിഫിക് സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് ഇവരുടെ കയ്യിലുള്ള ജനിതക ബന്ധമുള്ള, രക്തബന്ധമുള്ള ആളുകളുടെ എൻഡോഗമിയിലൂടെ ഉണ്ടാകുന്ന ജനിതക വൈകല്യത്തിൻ്റെ ഇരകളാണെന്നാണ് സയൻറ്റിഫിക് സ്റ്റഡീസ്. ലോകത്തുള്ള മൊത്തം മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഇപ്പോൾ കേരളത്തിനടുത്ത ഈഴവർ, നായന്മാർ, ഇവരൊക്കെ ജനസംഖ്യയിൽ വളരെ കോടിക്കണക്കിനുള്ളത് കൊണ്ട് ഇവരുടെ ഇടയിൽ ജീൻ പൂൾ കുറയണമെങ്കിൽ 100 കണക്കിന് തലമുറകൾ വേണ്ടി വരും. കാരണം ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പാണർ എന്ന് പറയുന്ന പാട്ടുപാടുന്ന ആൾക്കാർ. ഇവർ കേരളത്തിൽ 12,000 പേരാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടുകാണി, കാടുകാണി എന്ന് പറയുന്ന ആൾക്കാർ 1000, 1500, 2000 പേരൊക്കെ ഉള്ളൂ. ഒരു 20 തലമുറ മതി ഇവരുടെ എല്ലാവരും രക്തബന്ധമുള്ളവരായി മാറാൻ. ആൾറെഡി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നുണ്ട്. കേരളത്തിലെ ജനിതക വൈകല്യമുള്ള ഈ എൻഡോഗമിയുടെ ഫലമായി, സ്വജാതീയ വിവാഹത്തിൻ്റെ ഫലമായി ജീൻ പൂൾ കുറയുകയും ജനിതക വൈകല്യമുള്ള സന്തതി ഉൽപാദനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ജാതി സമുദായങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. 100 കണക്കിന് ചെറിയ ജാതികൾ, എണ്ണത്തിൽ കുറവായ ജാതി. ഈഴവരെയും ക്രിസ്ത്യാനികളൊന്നും പെട്ടെന്നൊന്നും അത് ബാധിക്കില്ല. കാരണം കോടികളുള്ളതുകൊണ്ട് ഈഴവർ തന്നെ എടുത്തു കഴിഞ്ഞാൽ 75-50 ലക്ഷം വരും. നായന്മാരെ പറ്റിയുള്ള പെരുപ്പിച്ച കണക്ക് 1931 സെൻസസ് അനുസരിച്ചിട്ടാണ് 12% എന്ന് പറയുന്നത്. ഞാൻ അടുത്ത കാലത്ത് അന്ന് ഒരു നായർ കുടുംബത്തെ ശരാശരി 6-7 കുട്ടികളാണുള്ളത്. കാര്യവട്ടത്തെ ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൽ ചില ആൾക്കാരുമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 1.5 ആണ്. 1.5 കുട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. മുസ്ലിങ്ങളുടെ ഇടയിലെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2.1, 2 കുട്ടി. ഇപ്പോൾ ഈ ഫെർട്ടിലിറ്റി റേറ്റും 1935 ശേഷം ഏതാണ്ട് 96 വർഷമായി. ഇപ്പോൾ ശരാശരി മിഡിൽ ക്ലാസ് എല്ലാ നായന്മാരുടെയും 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി എന്ന് പറഞ്ഞാൽ വെറും 4-നും 5-നും ഇടയ്ക്ക് ശതമാനം മാത്രമേ ഉള്ളൂ കേരളത്തിലെ നായന്മാരെന്ന് പറയുന്നത്. പക്ഷേ 12% വരുന്ന പൊന്നല ശ്രീകുമാറിനെ കാണാൻ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങോട്ട് പോകില്ല. കേരളത്തെ 12%, 9.8 ആണ് ദളിതരെന്ന് പറയുന്നത്, 1.7 ആണ് ആദിവാസികൾ എന്ന് പറയുന്നത്. കൺവെർട്ടഡ് ക്രിസ്ത്യൻസ് പറയുന്നത് 3-4% ആണ്. എന്ന് പറഞ്ഞാൽ 14-15% വരുന്ന ഒരു സമുദായത്തിൻ്റെ നേതാവിനെ കാണാൻ ഒരു രാഷ്ട്രീയ നേതാവും ചോദിക്കുന്നില്ല. നമ്മുടെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും ഒക്കെ ഈ 4% മാത്രം വരുന്ന സുകുമാരൻ നായരെ കാണാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. പക്ഷെ അവർ 1931 സെൻസസ് കണക്ക് മാത്രമല്ല, നമുക്കറിയാം ബൂത്തിൽ ചെല്ലുമ്പോൾ
മേനോനായാലും കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായ സംഭവം ഉണ്ടായി. 5ാമത്തെ തവണയാണ് വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ 4 തവണയും അയാൾ പറഞ്ഞത് വി ഡി സതീശൻ എന്ന ഞാൻ നമ്മൾ അസംബ്ലി കേട്ടതാണ്. പക്ഷെ ഇത്തവണ വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന ഞാൻ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്കറിയാം. ഒന്നുകിൽ സുകുമാരൻ നായരെ എന്നൊക്കെ പരിഹസിക്കാനായിരിക്കുന്നത്, തന്നെ പോലെ ഒരു താഴ്ന്ന ജാതി നായരല്ല ഞാൻ, കൂടിയ നായരാണെന്ന് പറയാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകണമെങ്കിൽ വലിയ നായർ തന്നെ ആകണം. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ BJPയുടെ വരവിനെ പ്രതിരോധിച്ചുകൊണ്ടും പിണറായിയുടെ എതിർപ്പുള്ളത് കൊണ്ടും ഒക്കെ തന്നെ ഒരു ലെസ്സർ ഈവിൾ എന്നുള്ള നിലയ്ക്ക് UDFിൻ്റെ വിജയത്തിൽ സന്തോഷിക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ LDF ഗവൺമെന്റിനേക്കാൾ വലിയ നായർ നസ്രാണി പ്രീണനമായിരിക്കും വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.